നീ ഇവിടെ ഉണ്ട് ഏതാ കായപ്പരിക്കുന്ന ഒരു വണ്ടി കിട്ടി ഇതാ എടുത്തോണ്ട് വരുന്നത്. കായപ്പറിക്കുന്ന വണ്ടി കിട്ടിയാ ഇപ്പഴാ കിട്ടിയത്? ഇപ്പഴാണ് കിട്ടിയത്. പിന്നെ കായപ്പരിക്കൽ നിന്റെ തണ്ട കൊണ്ടുവരുമോ വണ്ടി? അവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഞാനുണ്ട്, നിന്റെ മോനുണ്ട്, നിന്നെ നീ പഴിപ്പിച്ചുണ്ടാക്കിയ മോണ്ട്. ബസ്സൊക്കെ വന്നേട്ടെ, ബസ് വന്നേ, ബസ് കയറാക്കി. ബസ്സിൽ സ്ഥലമുണ്ടോ? ഹലോ എടാ ഇവിടെ നിന്നെ സരക്ക് അന്വേഷിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ദൈവത്തിന് അറേഞ്ച് ചെയ്യോ? പറഞ്ഞു തരാം. ഓ ഞാൻ അറേഞ്ച് കേട്ടാ. നീ അങ്ങനെ വലുത്തണ്ട വെയിറ്റ് പുണ്ടച്ച് അവന്റെ ഡിമാൻഡ് ഇടാക്ക ഇന്ന് തീർത്ത് തരാല്ലേ. ഇപ്പൊ വെയിറ്റ് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ മറ്റേ അവിടെ ബർത്ത്ഡേ ഇവന്റിന് പോയതാ കായപ്പുറക്കില്ല. ഇപ്പൊ ഒന്ന് ഇങ്ങോട്ട് വലിക്കോ ബാബു. ബാബു ബാബു ഇങ്ങോട്ട് വലിക്കണോ? ആ ഇങ്ങോട്ടൊന്ന് വലിക്കോ. അവിടെ പെട്ടുപോയതാണ്. പിന്നെ വണ്ടിക്കകത്താ വലിച്ച വണ്ടി മൊത്തത്തിൽ ഇങ്ങോട്ട് വരും. കുഴപ്പമില്ല. എല്ലാം നമ്മളോടുള്ളതാണ്. എല്ലാം നമ്മളോട് കുഴപ്പമില്ല. ഇല്ല ഒരു സീനില്ല. ധൈര്യം അടിച്ചു. ആരൊക്കെയാണ് വണ്ടിയിൽ ഒന്ന് ഇറങ്ങിയേ? കഴുകാരി അച്ഛനാ എന്റെ. അല്ല നിന്റെ ബാബു ബസ് എവിടെ? ബാബു കുറങ്ങിയതാണല്ലേ. ഈ പാണ്ടി കള്ളം മാത്രമേ പറയുള്ളൂ ഇപ്പൊ. ഇവരുടെ ഈ കാണിക്കാൻ മനാവശ്യം. ഞാൻ വല്ലതും പറഞ്ഞു, ഞാൻ എല്ലാവരും ലിസ്റ്റ് ഫുള്ള് പറഞ്ഞു നേരത്തെ. കള്ളത്തരം എന്റെ പൊന്ന് ബാബു. നീ എന്റെ അടുത്ത് ഈ കള്ളം പറയുന്നത് എന്തിനാണ്? ആവണിയോട് കുറച്ചു നേരം സംസാരിക്കണ പറഞ്ഞാൽ നമ്മൾ വല്ലതും പറയുമോ? നീ സംസാരിക്കാൻ പറഞ്ഞാ പോലെ. നീ എന്താണ് സിറ്റി കയറിയിട്ട് എന്തോ പറഞ്ഞോ? മനുഷ്യന്മാരായ കുറച്ചെങ്കിലും ആക്രാന്തം കാണിക്കില്ല. ഇതിലും വലിയ ആക്രാന്തം ഭൂമി പോയതിനെ നമ്മളൊരു പട്ടിയെ സംസാരിക്കാതെ ഒന്നും പറയാതെ നിന്നെ തോടാടെ നിന്നെ. ചന്ദ്ര നീനിപ്പോ എത്ര അലച്ചാലും ചന്ദ്ര എത്ര അലച്ചാലും കാര്യമില്ല ചന്ദ്ര. അവിടെ പൂ കൊടുക്കുന്നു പഴച്ച കറക്കാൻ. റോസാപ്പൂ എവിടെ? നിന്റെ മൂലത്തിൽ കയറ്റിയാ നീ ആ റോസാപ്പൂ? റോസാപ്പൂ പറയുന്നില്ല. എവിടെ കയറ്റി ആ റോസാപ്പൂ? ഇപ്പൊ കയ്യിലിരുന്ന റോസാപ്പൂ എവിടെ? റോസാപ്പൂ എങ്ങനെ? ആ ബാഗ് തുറ. അണ്ണ എനിക്ക് സങ്കടം ബോധിപ്പിക്കാനുണ്ട്. മുതുക്ക് റിപ്പയർ വരാം. ചന്ദ്രബോസും അതിൽ പങ്കാളിയാവണം. അതിൽ പങ്കാളിയാവണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഇവ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചാടാ സുനിമോ ഇവിടെ പറയണേ പിറകില് ബസ് ഓടിച്ചു വരുന്നത്. അവൻ പറയണ് ഫ്രണ്ടില് യൂറോപ്പില് പ്രീമിയം കാറിൽ പോയിട്ട് ബേക്കിയായിട്ട് മറ്റേ ബസ്സിൽ ചുവടെ മറ്റേ ഇതാക്കി വിട്ടേക്കണം. ടിക്കറ്റ് എടുത്ത് വണ്ടി വിട്ടേക്കണം. ഇപ്പം ഭയങ്കര കള്ളം മാത്രമേ നമ്മുടെ അടുത്ത് പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ എന്തോ വെച്ചാൽ കള്ളം മാത്രമേ പറയുന്നുള്ളൂ. அவனே ചോദിക്കും എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞ നമ്മുടെ അടുത്ത്. நிஜமா சொன்னா the thing is நான் கூட நடக்கும்போது இவ்ளோ பிரச்சனை இருக்குல. நான் எப்போ சந்திரன் சொன்னானே இவன் ஏன் புள்ளதான அப்போல இருந்துட்டு அவன் பப்பிடிக்கு ഞാൻ പറഞ്ഞിട്ടോ അങ്ങനെയല്ല. ആവണി നമ്മളിപ്പോ ആവണി എടുത്ത് ബാബുവിന് സംസാരിക്കണം എന്നാണെങ്കിൽ എന്റെ അടുത്ത് നമ്മുടെ അടുത്ത് പറയണം. അണ്ണ ആവണിയായിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് വരാം, അണ്ണ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് പോയാൽ നമുക്കത് ഫീൽ ആവില്ല. ഞാൻ പറയട്ടെ ഫുള്ള്. ഇത് പക്ഷെ ഒന്നും പറയാതെ കള്ളത്തിനോ പറഞ്ഞ് കോട്ടും സൂട്ടും മാറി വേഷവും മാറി അങ്ങ് അതാണ് മറ്റേ വീട്ടിലുള്ള വേലക്കാരന്റെ പണി ഡ്രസ്സും മാറ്റി മറ്റേ ചുള്ളലെ പോലെയൊക്കെ ഇറങ്ങും. മനസ്സിലായില്ലേ? എന്നിട്ടൊക്കെ ഇറങ്ങും. അല്ല നമ്മളൊക്കെ ഈ നോർമൽ ഡ്രസ്സല്ലേ ബാബു ഇട്ടേക്കുന്നത്. ഈ മറ്റേ കാറ്ററിംഗ് ഡ്രസ് ഇട്ടൊക്കെ ഡാഷ് ഇട്ടാണ്. കാറ്ററിംഗ് ഡ്രസ് ഇട്ടാണ്. അതിന്റെ കൂടെ അതിന്റെ നെഞ്ചത്തൊരു വജ്രം ഉണ്ടോ? എന്തിനു എഴുതി വെച്ചിരിക്കുന്ന? നെഞ്ചിലെന്തിനാണ് പറഞ്ഞു നോക്കിയിട്ടിരിക്കുന്നത്? നെഞ്ചിലെന്തിനാ ഈ പറഞ്ഞു നോക്കിയിട്ടിരിക്കുന്നത്? അതെന്തിനാണ്? നെഞ്ചിലെ ഒരു കുടുക്കിട്ടിരിക്കുന്നല്ലേ നോക്കി.
അണ്ണാ എന്ത് കള്ളമാണ് പറയുന്നത് പറയണ എന്ത് കള്ളം പറഞ്ഞാണ് ഞാൻ എന്ത് കള്ളം ഒരു കള്ളം പറഞ്ഞു ഞാൻ പറഞ്ഞ കള്ളം ഞാൻ പറഞ്ഞുതരാം നീ പറഞ്ഞു അണ്ണ ഞാൻ ബസ്സിൽ വന്നോണ്ടിരിക്കുന്നു നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നിന്റെ മോനുണ്ടെന്ന് നീ ചന്ദ്രൻ പറഞ്ഞു രാവണി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പറ്റും നിനക്ക് പറഞ്ഞ നമ്മളല്ലോ ചെയ്യുമായിരുന്നു കോള് വെച്ചില്ല ഇവനായോണ്ടാണ് പറയാത്തത് ഞാൻ അണ്ണനാണെങ്കിൽ പറഞ്ഞതാണ് ഇവ ഒരു വെസിച്ചാണ് അതുകൊണ്ടാണ് പറയാത്തത് എന്റെ ചോദിക്കാത്തത് വേണ്ട എനിക്ക് നിന്റെ അടുത്ത് പറയാൻ താല്പര്യമില്ല അവന് ഈ പ്രശ്നം ഇതാണ് അവനി பாபு விஷயம் சொல்றேன் പാവടാ പുട്ടച്ചി മര്യാദ പറഞ്ഞേട്ടാ പാവടാ പുട്ടച്ചി മര്യാദ കള്ളം പറയാണോ என்னோட அண்ணா தான் നീ മാത്രം ഒറ്റയ്ക്ക് പോയല്ലോ മനസ്സിലായില്ലേ ഞാനൊരു കാര്യം പറയാം എനിക്ക് പ്രശ്നമൊന്നുമില്ല അവണി നിങ്ങൾ സംസാരിക്കുന്ന മിണ്ടുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷെ നമ്മൾ ചോദിക്കുമ്പോ കള്ളം പറയില്ല എനിക്ക് അത് മാത്രം ഇഷ്ടമല്ല കള്ളം പറഞ്ഞിട്ട് പറ്റേ எனக்கு போய் சொல்றது பிடிக்காது அண்ணா இவர் என்கிட்ட சொல்லவே மாட்டாங்க தெரியுமா அண்ணா அப்படி சொல்லுவாரு அண்ணா இப்படி மட்டும்தான் சொல்லுவாரு അവന് ഇവൻ വന്ന് ഗാന്ധി മഹാനല്ലേ ഇവൻ വാ തുറന്നാ പോയി മട്ടുന്നാ സൊല്ലു അത് ഊരിട്ടേ സൊല്ലു ഞാൻ ഇറക്കേണ്ട അടുത്ത് കള്ളം പറഞ്ഞിട്ടില്ല അല്ല ഞാൻ ഇപ്പൊ എന്നെ കള്ളം പറഞ്ഞില്ല ഇന്ന് ഡ്രസ് നമ്മൾ ഊമ്പിച്ചിട്ട് കൊണ്ടുപോയി കാര്യം പറയട്ടെ ബാക്കിൽ ചെറുതാണ് ചന്ദ്ര ചന്ദ്രക്ക് എന്താണ് ചെറുക്ക കളി ചെറുക്ക അവിടെ കളി സെറ്റാക്കാറായിട്ടാ ഞാൻ ഒരു കാര്യം ചൊല്ലുന്ന അന്ത ബാബ കൊച്ചുകാർക്ക് കഴിവറിയില്ല നിനക്ക് വയസ്സെത്തണം തരുമല്ല അച്ഛനെ പാടറിയതാ അന്ത കൊച്ചക്ക് പുറകെ നടക്കാതെ എനിക്ക് കാണുമ്പോ ചന്ദ്ര എനിക്ക് പൊളിഞ്ഞു വരും ചന്ദ്ര പിന്നെ അറാടാ ഈ ചെറുക്കനെ കുടുംബത്തിന് ഞാൻ നോക്കണോ പഠിച്ച കൊള്ളൻ ബാബുവിനേക്ക് നോക്കും നിറയിൽ നിരങ്ങിട്ട് വേണാത് നമ്മളൊന്നും പറഞ്ഞില്ലടാ അവന്റെ അടുത്ത് என்ன சொல்றது சேடா இது பண்ணதுலாம் சொல்றான் உங்ககிட்ட இருக்கிறது பாசத்தினால சொல்றான் நீ அவங்க கிட்ட போய் சொன்னா நீ எங்கிட்ட வர்றது ഞാൻ പോയി சொன்னிருந்தா ഞാൻ ഒരിക്കൽ പറ്റി ഒരു അബദ്ധം പറ്റി അണ്ണന്റെ അടുത്ത് പാട്ട് പാടാൻ വന്നപ്പോ ഞാൻ அதான் சொல்றேன்னா சரக்கண்ண மட்டும் അന്നം പറയുന്നോണ്ടാണ് എനിക്ക് ബാക്കി ആരും പറയുമ്പോ അന്നം പറയുമ്പോ ചില സമയങ്ങളിൽ അങ്ങനെ വിഷമം വരാറുണ്ടെണ്ണ അപ്പുറത്ത് തവ്യാടോ ചുമ്മാ ചന്ദ്ര ഇമോഷണൽ അല്ലേ ഇല്ല കുഴപ്പമില്ല ആ ബാബു എന്തായാലും ഇല്ലടാ നിനക്ക് ഇത്ര അസ്ഥിക്ക് പിടിച്ച പ്രേമൊന്നും അറിഞ്ഞു വരുന്നല്ലേ ഇത്രയും നിങ്ങൾ നടക്കട്ടെ നമ്മളിനി ഒന്നും പറയാൻ വരുന്നില്ല ഞാൻ വിളിക്കത്തോടില്ല ബാബു നിന്നെ നീ എവിടെ ഉണ്ട് എന്താ നിങ്ങളൊരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ எப்பவுமே பாபு നിങ്ങളിങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആവട്ടെ വീട്ടില് എനിക്ക് വരണമെന്ന് ഒരു ഇൻട്രസ്റ്റ് கிடையாது ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടോ തീട്ടമാരി അറിയാൻ മുന്തല് ചാണാമാരി അറിയടാ അവന്റെ പുറത്ത് അപ്പൊ ഇത്രയുള്ള അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളെ കാര്യത്തിലല്ലാതെ அவரு போய் சொல்லிட்டு அவரு எங்கிட்ட வரணும்னு ஒரு அவசியமே எனக்கு கிடையாது ആ അത്രേ ഉള്ളു അത് ആവണി വേണം പറഞ്ഞ് മനസ്സിലാക്കാം മനസ്സിലായില്ലേ അത് ആവണി വേണം പറഞ്ഞ് മനസ്സിലാക്കാം മനസ്സിലായില്ലേ ആവണി എടുത്ത് വരുമ്പോഴത്തേക്ക് ആവണി വേണം പറഞ്ഞ് മനസ്സിലാക്കാം ഇങ്ങനെ കള്ളം പറഞ്ഞണം വന്നെങ്കിൽ ഞാൻ നിർത്തില്ലെന്ന് പറയണം മനസ്സിലായില്ലേ കള്ളം പറഞ്ഞു ഇന്നിപ്പോ നമ്മളടുത്ത് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവനെടുത്തും കള്ളം പറഞ്ഞാൽ അവനിക്ക് മനസ്സിലാവൂല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് കള്ളം പറഞ്ഞ റിലേഷൻഷിപ്പ് ഒരിക്കലും മുമ്പോട്ടല്ലേ ട്രസ്റ്റ് അല്ലേ ഏറ്റവും ഫസ്റ്റ് അല്ലേ ട്രസ്റ്റ് അല്ലേ ഇമ്പോർട്ടന്റ് ഏറ്റവും അവണി എന്തിന്